ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെ നയിക്കുമാറാകട്ടെ. ഭക്ഷണം, വിശപ്പ് തുടങ്ങിയ മേഖലകളിൽ സ്വാഭാവികാരോഗ്യം എന്ന മേഖലയെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതില് വിശപ്പ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് വിശപ്പിനെ അല്ല. അപ്പോ അതിൽ തന്നെ സ്വാഭാവികമായിട്ടുള്ള വിശപ്പ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുക പോലുമില്ല. പലരും ജീവിതത്തിൽ ഒരിക്കൽ പോലും വിശപ്പ് അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് വേണം പറയാൻ. ബോധം വെച്ചതിന് ശേഷം കേട്ടോ, ചെറിയ കാലത്തൊക്കെ അറിയും, പിന്നീട് വിശപ്പ് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സ്വാഭാവികമായ വിശപ്പിനെ നമ്മൾ അറിയാതെ പോവുകയാണെങ്കിൽ അത് ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നോയിങ് ട്രൂ ഹങ്കർ ഫ്രം ഫാൾസ് ഹങ്കർ ഹെൽപ്സ് മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ഡൈജഷൻ. സ്വാഭാവിക വിശപ്പും കപട വിശപ്പും. വിശപ്പ് എന്നത് ഒരു ജീവശരീരത്തിന്റെ അത്യാവശ്യമായ പരിസര ഘടകങ്ങളെ കണ്ടെത്തുവാനുള്ള ഒരു സ്വാഭാവിക അഭിഗതി അഥവാ ട്രോപ്പിസമാണ്. ഇതാണ് യഥാർത്ഥവും പരിപക്വമായ വിശപ്പ്. ഇത് ശരീരത്തിൽ നിന്നും സാവധാനം ഉണരുകയും ശാന്തമായി അനുഭവപ്പെടുകയും മനസ്സിലും പ്രവർത്തനങ്ങളിലും ഉടനീളം ലഘുവും ഊർജദായകവും കാവ്യാത്മകവും സ്വാഗതാത്മകവുമായ ഒരു അനുഭവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത്തരം പാകമായ വിശപ്പുള്ളപ്പോൾ ശരിയായ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അത് ആരോഗ്യദായകമായിരിക്കും. എന്നാൽ ശീലപരമായ വിശപ്പ് യഥാർത്ഥ പോഷക ആവശ്യത്തിൽ നിന്നല്ല, മറിച്ച് ദിനചര്യ, സമയം, ഓർമ്മ, വികാരം, രുചികളോടുള്ള ആസക്തികൾ, സാംസ്കാരിക രീതികൾ എന്നിവയിൽ നിന്നെല്ലാമാണ് ഉണ്ടാകുന്നത്. ശരീരത്തിൽ മതിയായ ഊർജം ലഭ്യമാണെങ്കിൽ പോലും നിശ്ചിത ഭക്ഷണ സമയങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനനുസരിച്ച് മനസ്സ് വിശപ്പിന്റെ ഒരു തെറ്റായ സൂചന സൃഷ്ടിക്കുന്നു. ഇങ്ങനെ ശീലത്താലുള്ള വിശപ്പ് പെട്ടെന്ന് വരികയും ശക്തമായി അനുഭവപ്പെടുകയും അവഗണിച്ചാൽ അപ്രത്യക്ഷമാകുകയും ചെയ്യും. അവഗണിക്കാതെ ഭക്ഷിക്കുകയാണെങ്കിൽ അത് അല്പമാത്രം ദഹിക്കുകയും അധികമായുള്ളത് കൊഴുപ്പായും വിഷസങ്കലനമായും നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. യഥാർത്ഥ പരിപക്വമായ വിശപ്പിനെയും ശീലപരമായ കപട വിശപ്പിനെയും വേർതിരിച്ചറിയുന്നത് സ്വാഭാവികാരോഗ്യം, ശരിയായ ദഹനം, സമീകൃതമായ ഭക്ഷണക്രമം എന്നിവ നിലനിർത്താൻ സഹായിക്കുന്നു. ഇതാണ് വിശപ്പിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം. ഇപ്പോ ദീർഘ ഉപവാസം ഒക്കെ ചെയ്യുന്ന സമയത്ത് 14, 21 ദിവസമൊക്കെ നീളുന്ന ഉപവാസങ്ങൾ ചെയ്യാറുണ്ട് ഞാനൊക്കെ. അപ്പോ അത്രയും ദീർഘ ഉപവാസങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 12, 13 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണരുന്ന ഒരു വികാരമുണ്ട്. നമുക്ക് താല്പര്യമുള്ള ഭക്ഷണം ഉണ്ടല്ലോ, ആ താല്പര്യമുള്ള ഭക്ഷണത്തിൽ തന്നെ അതാണല്ലോ നമുക്കറിയാം. അപ്പൊ നമുക്ക് അവിയൽ അറിയാം, സാമ്പാർ അറിയാം, അല്ലെങ്കിൽ മുളകൂഷ്യം അറിയാം, തോരൻ അറിയാം, ചമ്മന്തി അറിയാം. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് പരിചയമുള്ളത്. ഇപ്പൊ പരിചയമുള്ളതിനെ വെച്ചുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും വിശപ്പിനെ നമ്മൾ മനസ്സിലാക്കുക. ഇതിന് ഓരോ അവിയലിൽ ചേർക്കുന്ന ജീരകത്തിന്റെ എണ്ണം വരെ നമുക്ക് ബോധ്യം വരുന്ന, അല്ലെങ്കിൽ നാം കഴിക്കാൻ പോകുന്ന അവിയലിൽ ഇത്ര ജീരകം ഉണ്ടാകണമെന്നുള്ള തോന്നൽ വരുന്ന ഒരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. ഈ വിശപ്പുണ്ടാകുന്ന സമയത്ത് പലരും വയറ് ഇങ്ങനെ അമർത്തിപ്പിടിക്കുകയും വയറ് കാളുന്നതായിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ചുറ്റും കാണാം. വിശക്കുന്നു എന്ന് പറയുന്നത് തന്നെ ശരീരത്തിന് ഭയങ്കര ക്ഷീണം വരുന്നത് പോലെയാണ് നമ്മൾ അനുഭവിക്കുക. ആ സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വലിയ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഇതൊന്നുമല്ലാത്ത ഒരു വിശപ്പ് എന്നുള്ളത് ഈ കുറെ നാൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ട്, ഭക്ഷണം കഴിക്കാതിരിക്കാച്ച ഉപവസിക്കുന്ന സമയത്ത്, അല്ല പട്ടിണി കിടക്കല്ല, ഉപവസിക്കുന്ന സമയത്ത് നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റും എന്നത് അനുഭവം കൊണ്ട് ബോധ്യമായതും ഒരുപാട് പേരെ ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെയും പശ്ചാത്തലത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പോ വിശപ്പ് എന്ന് പറയുന്നത് ഒരു ജൈവ ശരീരത്തിന്റെ അത്യാവശ്യമായ പരിസര ഘടകങ്ങളെ കണ്ടെത്താനുള്ള സ്വാഭാവിക അഭിഗതി അഥവാ ട്രോപ്പിസമാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണ്. അതായത് നമ്മുടെ ശരീരത്തിന്
ശരീരം ഒരു കുഴല് പോലെയാണ്, പരിസരം നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് പ്രവാഹം എന്ന് പറയുന്നത്, പരിസര ഘടക പ്രവാഹം എന്ന് പറയുന്നത്. ഈ പരിസര ഘടക പ്രവാഹം ശരീരത്തിലൂടെ സംഭവിക്കുമ്പോഴാണ് ശരീരത്തിന്റെ സുസ്ഥിതി, ആരോഗ്യം ഉണ്ടാവുക. അപ്പോ ശരീരത്തിൽ ഇപ്പോൾ എന്തെല്ലാം വേണമോ അതിനെ പരിസരത്ത് നിന്ന് സ്വീകരിക്കുകയും അതിനെ പ്രോസസ്സ് ചെയ്യുകയും അതിനെ കടത്തിവിടുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് വേണമോ ആ വേണ്ടതിലേക്ക് നാം ശ്രദ്ധിക്കപ്പെടുകയും താല്പര്യപ്പെടുകയും അതിനോട് അർത്ഥന ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രോപ്പിസം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു അഭിഗതി തമ്മിൽ ഉണ്ടാകുന്ന സമയത്ത്, ഈ ഒരു തോന്നൽ, ഒരു പ്രവണത തമ്മിൽ ഉണ്ടാകുന്ന സമയത്ത് അതിന് തത്തുല്യമായ രീതിയിൽ നമുക്ക് പ്രകൃതിയിൽ നിന്നും ഒരു തിരിച്ചു നൽകൽ, പ്രതിദാനം നമ്മിലേക്ക് ഉണ്ടാകാറുണ്ട് അല്ലെ? ആ പ്രത്യഭിഗതി എന്ന് പറയും, തിരിച്ച് നമ്മിലേക്ക് വരുന്നത്. അത് ആണ് ശരിയായ ഭക്ഷണം. നമുക്ക് എന്താണോ വേണ്ടത് നമ്മിലേക്ക് എത്തുന്നതാണ് ശരിയായ ഭക്ഷണം. ആ ശരിയായ ഭക്ഷണത്തിന്റെ ആ തുടക്കം, നമുക്ക് എന്ത് വേണം എന്നുള്ളത് ശരീരം പറയണം. ശരീരത്തിന്റെ ആവശ്യം തന്നെ ആയിരിക്കണം. മനസ്സിന്റെ ആവശ്യമാണെങ്കിൽ അത് അതിനനുസരിച്ചാണ് വരിക. അപ്പോ നമ്മുടെ ആവശ്യം പ്രകൃതിയോട് പറയുമ്പോൾ പ്രകൃതി നമുക്ക് നൽകുന്നതാണ് പ്രത്യഭിഗതി എന്ന് പറയുന്നത്. ആ പ്രത്യഭിഗതി നമുക്ക് നൽകുന്നത് ശരിയായ ഭക്ഷണത്തെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്താണോ അത് വേണമെന്ന് പ്രകൃതിയോട് അർത്ഥന ചെയ്യുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് വിശപ്പ് എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ യഥാർത്ഥമായ പരിപക്വമായ വിശപ്പ് നമ്മൾ അതിനെ പറയും, ട്രൂ ഹങ്കർ എന്ന് പറയും. ഇത് ശരീരത്തിൽ നിന്നും ഒറ്റ നിമിഷത്തിൽ പെട്ടെന്ന് കയറി ഉണ്ടാകുന്നില്ല. ദഹനരസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടായി വരുന്നൊരവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല അത് ഉണ്ടാകുന്നത്. അത് വളരെ പതുക്കെ ഗ്രാജുവൽ ആയിട്ടുണ്ടാവും. വളരെ ശാന്തമായിട്ടാണ് നമുക്ക് തോന്നുക. നമുക്ക് പതുക്കെ അതിനോട് താല്പര്യം തോന്നും. ഞാനതിനെ പ്രണയവുമായിട്ട് ഉപമിക്കുകയാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വ്യക്തിയോട്, ഇപ്പോ നമ്മുടെ ഉള്ളില് വല്ലാത്ത ചില അർജികളുള്ള സമയത്ത് ആ അർജി പൂർത്തീകരിക്കാൻ പാകത്തിലുള്ള ഒരു ഇണയെ, എതിർലിംഗത്തെ കാണുന്ന സമയത്ത് നമുക്ക് അതിനോടൊരു താല്പര്യം, അനുരാഗം തോന്നാം. പക്ഷെ സാധാരണ രീതിയിൽ അനുരാഗമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം കൊണ്ടല്ല. അത് പതുക്കെ ചില കാഴ്ചകളിലൂടെ കണ്ട് അറിഞ്ഞ് പരിചയപ്പെട്ട് പതുക്കെ താല്പര്യം തോന്നി. അത് ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ആണ്. അങ്ങനെ ശാന്തമായി അനുഭവപ്പെടുന്ന ഒന്നാണ് വിശപ്പ് എന്ന് പറയുന്നത്. വിശപ്പ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലഘുത്വമാണ് ഉണ്ടാവുക. ശരീരം ഭയങ്കര ലൈറ്റായിരിക്കും. പ്രണയത്തിലെ റൊമാൻറ്റിസം പോലെ, കാൽപ്പനികത പോലെ അത് ഊർജദായകമായിരിക്കും. പ്രണയത്തില് ഇണയോടുള്ള അഭിനിവേശം വളരെ ഊർജം തരുന്നതാണ്. എന്ന് വെച്ചാൽ പൊട്ടിച്ച് എറിയുന്ന രീതിയിലെല്ലാം തവിടുപൊടിയാക്കുന്ന രീതിയിലുള്ള ഊർജമല്ല. വളരെ ലഘുവായി എന്നാൽ പതുക്കെ ഉയർന്നു വന്ന് എന്തും ചെയ്യാനുള്ള ശേഷി തരുന്ന ഒരു ഊർജം. അത് മാത്രമല്ല അതിൽ ഒരുപാട് കാവ്യാത്മകതയുണ്ട്. അതൊരു കവിത പോലെ, സംഗീതം പോലെ വരുന്നതാണ്. അതിന് ഈ റാപ്പ് മ്യൂസിക്കിന്റെ പോലെ ഒരു വല്ലാത്ത ചടുലതയല്ല ഉണ്ടാവുക. അതിലൊരു ഒഴുക്കുണ്ടാവും, സ്വാഭാവികമായ ഒരു ഒഴുക്കുണ്ടാവും. അത് സ്വാഗതാത്മകമായിരിക്കും. അത് എന്തിനേയും വെൽക്കം ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ പ്രണയമുള്ള ഒരാളുടെ മുന്നിലൂടെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ പോയിട്ടുണ്ടെങ്കിൽ അയാളെ വളരെ ഭംഗിയായിട്ട് ഓവർകം ചെയ്യുന്നതൊക്കെ നമ്മുടെ സിനിമകളിൽ നമ്മൾ കാണാറുണ്ട്. പ്രണയം ആയിരിക്കുമ്പോൾ കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളിലാവുന്ന സമയത്ത് അങ്ങനെയല്ല. എന്ത് കിട്ടിയാലും എതിർക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് തോന്നുക. പക്ഷെ പ്രണയത്തിന്റെ ഒരു സമയത്ത് നമുക്ക് സ്വാഗതാത്മകമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതേപോലെയാണ് വിശപ്പ്. ആ വിശപ്പ് എന്നുള്ളത് ശരിയായി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളെ എല്ലാം റിസീവ് ചെയ്യാനുള്ള, അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിൽ ഉണ്ടാവും. ഇങ്ങനെയാണ് വിശപ്പ് എന്നുള്ളത് നമുക്ക് ഉണ്ടാവുക. ഇത്തരം ഒരു പാകമായ വിശപ്പ് ഉള്ളപ്പോ നമ്മിലേക്ക് വരുന്നത് പ്രത്യഭിഗതി മൂലം അതിന് പാകമായ ഭക്ഷണമായിരിക്കും. ഇത് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള മെക്കാനിസമാണ്. അപ്പോഴാണ് നമ്മൾ പറയുക, ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നു, ഭക്ഷണമില്ലാത്ത ഇരിക്കുന്നു. എന്നിട്ട് ഇപ്പോ അവര് ആ ഭക്ഷണം, കിട്ടുന്ന ഭക്ഷണം എവിടെന്നെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് വിചാരിച്ച് കഴിക്കുന്ന സമയത്ത് അവര് കട്ടു തിന്നു എന്ന് പറഞ്ഞ് അവര് തല്ലിക്കൊല്ലുന്ന ഒരു കേരളത്തില് ഈ വിശപ്പില്ല എന്ന് പറയുന്നത് വെറുതെ അല്ലേ എന്ന്. ഇത് വിശപ്പല്ല. ഇത്തരം
അത്തരം പാകമായ വിശപ്പുള്ളപ്പോ ശരിയായ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അത് ആരോഗ്യദായകമായിരിക്കും. കാരണം എന്താ? ശരിയായ വിശപ്പുള്ളപ്പോൾ അത് ശരിയായ അർത്ഥന പ്രകൃതിയിലേക്ക് നൽകും. ശരിയായ അർത്ഥന നൽകുന്ന സമയത്ത് ശരിയായ പ്രത്യർത്ഥന ഇങ്ങോട്ടേക്ക് നൽകും. ഇത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഒരു സംഭവം തരും. അത് നമുക്ക് ഉതകുന്ന ഭക്ഷണമായിരിക്കും, അത് ആരോഗ്യദായകമായിരിക്കും. അതിന് മറ്റു കാരണങ്ങളുമുണ്ട്. കാരണം എന്താണ് പക്വമായ വിശപ്പ്? അതുണ്ടാകുന്ന സമയത്ത് ശരീരം അതിനെ പചനം ചെയ്യാനുള്ള ശരിയായ പാകത്തിലെത്തിയിട്ടുണ്ടാവും. അത് കിട്ടിയാൽ അതിനെ ശരിയായ രീതിയിൽ പ്രോസസ് ചെയ്യാൻ ശരീരത്തിന് കഴിയും. പക്ഷെ പലപ്പോഴും നമ്മുടെ വിശപ്പ് അങ്ങനെയാണോ? നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണരുന്നതാണോ? നമ്മുടെ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണോ? അല്ല. നമ്മൾ ചെറിയ കാലം മുതൽ തന്നെ സമയത്ത് ഭക്ഷണം കഴിച്ച് ശീലിച്ചവരാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. സമയത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, 4 മണിക്ക്, പിന്നെ അല്ലെങ്കിൽ വൈകിട്ട്, പിന്നെ രാത്രി, അങ്ങനെ 4 തവണ നമ്മൾ കഴിക്കുന്ന ഒരു രീതി നമ്മൾ അനുവർത്തിച്ചു പോരുന്നുണ്ട്. ഇത് സായിപ്പ് അവരുടെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആളുകളെ യന്ത്രങ്ങളെ പോലെ പണിയെടുപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ടൈം ടേബിൾ ആണ്. അത് നമ്മൾ സ്കൂളുകൾ വഴി നമ്മുടെ ഉള്ളിലേക്ക് ഇറക്റ്റ് ചെയ്ത് തരുന്ന സമയത്ത് നമ്മൾ അത് ശീലിച്ചു വശമായിട്ട് അതിന്റെ പുറകെ പോകുന്നു. അങ്ങനെയാണ് ഈ ഘടികാരത്തിനനുസരിച്ചുള്ള ഒരു വിശപ്പുണ്ടാവുന്നത്. അതിന്റെ കാരണം എന്താ? ഈ ഘടികാരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു ജൈവ ഘടികാരത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. നമ്മുടെ ജൈവ ഘടികാരത്തിന്റെ പേര് ഇപ്പൊ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ആ ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ ഈ സൂര്യപ്രകാശവുമായി ഉറക്കവുമായി ബന്ധപ്പെടുന്ന ഒന്നാണ്. അതിനനുസരിച്ച് ശരീരപ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്ന ഒന്ന്. ഇതിന് മറ്റു ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നിരന്തരമായിട്ടൊരു കാര്യത്തെ ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ആ ഘടികാരത്തിന്റെ അലാമായിട്ട് സെറ്റ് ചെയ്യും. അപ്പോഴാണ് സർക്കാഡിയൻ റിഥം എന്ന് പറയുന്ന ആ ഒരു താളവട്ടം, ദിനഗതിയുള്ള താളവട്ടം പ്രവർത്തിക്കുക. അപ്പോ അതിനനുസരിച്ച് നമ്മുടെ ചോദനകൾ ഉണ്ടായി വരുന്ന ഒരു അവസ്ഥയെ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ് പറയുക. ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ ശീലങ്ങളിലൂടെ നമ്മൾ നിരന്തര ശീലപ്പെടുത്തലിലൂടെ, ശിക്ഷിതാവബോധത്തിലൂടെ, മനസ്സിനെ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാം, ശിക്ഷിതാവബോധത്തിലൂടെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോ അത് ഘടികാരത്തിനനുസരിച്ച് രാവിലെ സ്കൂളിൽ പോകണം, അതുകൊണ്ട് 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗ്യാപ്പ് ഉണ്ടാവും, ആ കഴിക്കുന്നു. അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസാണ് 11 മണിക്ക് ചായയും കടിയും കഴിക്കണം, ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം. 4 മണിക്ക് ചായയും കടി കഴിക്കണം. 6 മണിക്ക് വീട്ടിലെത്തുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പിന്നെ 10 മണിക്ക് വേറെ കിടക്കുന്നതിന് മുമ്പുള്ള ഭക്ഷണം കഴിക്കണം എന്ന രീതിയിൽ നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു. ആ സമയമാകുമ്പോൾ ഈ പീനിയൽ ഗ്ലാൻഡ് വർക്ക് ചെയ്യും, സർക്കാഡിയൻ റിഥം വർക്ക് ചെയ്യും, നമ്മുടെ ശീലപരമായ ഉണർവുകളെല്ലാം ഉണ്ടായി വരും. ആ സമയം വരെ അത് ക്ലോക്ക്, ഇപ്പോ അലാം അടിക്കുന്ന ഒരു ക്ലോക്ക്, അലാം അടിക്കുന്ന സമയത്ത് ചറപറാന്ന് ഒരു അലാം റിങ് ചെയ്യലായിരിക്കും ഉണ്ടാവുക, അല്ലെ? അതുവരെ ശാന്തമായി പ്രവർത്തിക്കും. അതുപോലെ ഈ സർക്കാഡിയൻ റിഥം അനുസരിച്ച് ഉണ്ടാകുന്ന സമയത്ത് അത് സ്വാഭാവികമായി ഒഴുകി വരികയാണെങ്കിൽ പതുക്കെ, ഇപ്പൊ ഉറക്കം സർക്കാഡിയൻ റിഥത്തിലൂടെ പോകുന്ന ഒരാൾക്ക് ആ സമയമാകുമ്പോൾ പതുക്കെ ഉറക്കം പതുക്കെ കുറഞ്ഞു വന്ന്, പതുക്കെ ഉണർവിലേക്ക് വന്ന്, പതുക്കെ ബോധത്തിലേക്ക് വന്ന്, പതുക്കെ ശരീര ചലനങ്ങളിലേക്ക് വന്ന്, പതുക്കെ ജീവിത പ്രക്രിയയിലേക്ക് വന്ന്, ഇങ്ങനെ ഒഴുകിയാണ് വരിക. ശീലപ്രകാരമാണ് പോകുന്നതെങ്കിൽ നമുക്ക് ടപ്പെന്നായിരിക്കും ഉറക്കം പോവുക, ഈ അലാം വെച്ചതുപോലെ. അപ്പോ അത് വിശപ്പിന്റെ കാര്യത്തിൽ വരുമ്പോ പോഷണ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അപ്പോഴത്തെ വിശപ്പുണ്ടാകുന്നത്. 8 മണിക്ക് കഴിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും 8 മണിക്ക് ശീലിച്ചു. അതുകൊണ്ട് സർക്കാഡിയൻ റിഥം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആ സമയത്ത് ഡൈജസ്റ്റീവ് എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ശീലിച്ച് ഒരവസ്ഥയിൽ ആ ഭക്ഷണമില്ലാതെ ദഹനരസങ്ങൾ ആ സമയത്ത് ശീലം കൊണ്ട്, ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ അത് അവിടെയുള്ള ജീവകോശങ്ങളെ, കുടലിന്റെ അകത്തെ അല്ലെങ്കിൽ ആമാശയത്തിന്റെ അകത്തെ കോശങ്ങളെ പിടിക്കുകയും വലിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് പെട്ടെന്ന് വിശപ്പ് തോന്നും, പെട്ടെന്ന് ബുദ്ധിമുട്ട് തോന്നും, വേദന തോന്നും, വലിയ പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. അപ്പോ ഇത് നമ്മുടെ ദിനചര്യയുമായി ബന്ധപ്പെട്ടതാണ്, സമയവുമായി ബന്ധപ്പെട്ടതാണ്, ഓർമ്മയുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ നമുക്ക് ചില തരം ഭക്ഷണങ്ങൾ തോന്നി, ഇപ്പൊ അത് സമയപ്രകാരമുള്ളത് പറഞ്ഞു. ഇനി അതല്ലാതെ തന്നെ ചിലതരം വികാരങ്ങൾ, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ആയിരിക്കും. ഗൃഹാതുരത്വം എന്ന് പറയുന്നത്
ഐ ആം അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു ഫീല് നമുക്കുണ്ടാകും. അത് ചെയ്യാനായിട്ട് നമുക്ക് ആ വൈകാരികമായ ഭക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില പ്രത്യേക രുചികളോടുള്ള ആസക്തികൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് വരും. രുചികളുടെ ആസക്തികൾ നമ്മൾ രുചിയാസക്തി എന്നുള്ള രീതിയിൽ പാഠം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ശരീരത്തിന്റെ എഫിഷ്യൻസി എന്തോ അതിനനുസരിച്ച് ആസക്തി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പക്ഷെ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് ചില രുചികളോടുള്ള ആസക്തികൾ ഉണ്ടാവും. ആ ആസക്തികൾ എന്ന് പറയുന്നത് ഇപ്പോ പാലക്കാട് നൂർജഹാൻ ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കുക, പാലക്കാട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂർജഹാന്റെ ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കുക എന്നുള്ളത് ഒരു താല്പര്യമാണ്. എന്റെ മക്കൾക്ക് പാലക്കാട് എത്തിയ നളന്ദ ഹോട്ടലിൽ പോകണം. അവിടുന്ന് എന്താണ് അതിന് പ്രത്യേകത, അവിടെ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവരുടെ ഒരു നിഷ്ഠയാണ്. കാരണം ഞങ്ങൾക്ക് ആളുകളായിട്ട് പാലക്കാട് ടൗണിൽ എത്തുമ്പോൾ കഴിക്കാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അവിടെയാണ്. മക്കളെ കൊണ്ടുപോകുമ്പോഴേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ പാലക്കാട് എത്തുന്ന സമയത്ത് അവിടെ പോവുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവരുടെ ഓർമ്മയിൽ ഉണ്ടാവുകയും അത് അവർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയും പിന്നെ പാലക്കാട് പോകുമ്പോഴൊക്കെ അവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിത്തീരുകയും ചെയ്ത ഒരു രീതി. ഇത് നമ്മുടെ ഒരു ചര്യയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളെ ബഫേ സിസ്റ്റം. കല്യാണങ്ങൾക്കും കാതുകുത്തിനും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ബഫേ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലൂടെ പോകണം. അപ്പൊ നമ്മൾ ഒരു കല്യാണം എന്ന് പറയുന്ന സമയത്ത് ആ കല്യാണത്തിന് പോകുമ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ബഫേ സിസ്റ്റത്തിലൂടെ നമ്മൾ കഴിക്കുന്നു. അത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നമ്മൾ കഴിക്കുന്നു, ഇന്ന രീതിയിൽ കഴിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഐസ്ക്രീം തിന്നുന്നു. ഇങ്ങനെ ഒരു തരത്തിലും ചേരാത്ത കുറെ സാധനങ്ങളും സ്പൈസി ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ കൂടെ ഒരുമിച്ച് ചേർത്ത് തിന്ന് എന്നിട്ട് അവസാനം ഐസ്ക്രീമും കഴിച്ചിട്ട് ദഹന വ്യവസ്ഥയെ ടോട്ടലി കൊളാപ്സ് ആക്കുന്ന ഒരു പരിപാടിയാണ് ബഫേ എന്ന് പറയുന്നത്. ഈ പരിപാടിക്ക് നമ്മൾ പോകണം. കല്യാണത്തിന് ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ബഫേ നമുക്ക് ഓർമ്മ വന്നു. ആ ബഫേ സിസ്റ്റത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി നമുക്ക് വന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും. ഇത് നമ്മുടെ ശീലങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഇതില് രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ശരീരത്തിന് ആവശ്യത്തിന് ഈ ഊർജവും പോഷകങ്ങളും ലഭ്യമാണെന്നിരിക്കട്ടെ. നമ്മുടെ നാട്ടില് ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അവരുടെ തടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അവർക്ക് കഴിയാനുള്ളതിലേറെ കാര്യങ്ങൾ അവരുടെ ശരീരത്തിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അത് ലഭ്യമാണെങ്കിൽ പോലും നിശ്ചിത ഭക്ഷണ സമയമായി പൊരുത്തപ്പെടുന്നതിനനുസരിച്ച് മനസ്സ് വിശപ്പിന്റെ ഒരു തെറ്റായ സൂചന നൽകും. ഇപ്പൊ സമയം വന്നു, സൂചന നൽകി. കല്യാണത്തിനെത്തി, സൂചന നൽകി. അല്ലെങ്കിൽ ചില പ്രത്യേക ഇടത്തെത്തി, സൂചന നൽകി. ചില വ്യക്തികളെ കണ്ടു, സൂചന നൽകി. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഹോട്ടലിൽ പോവുക, ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോ ഇത് മനസ്സ് ഉണ്ടാക്കുന്ന ഒരു ട്രിഗറാണ്. യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ ആവശ്യമല്ല. ഈ മനസ്സുണ്ടാക്കുന്ന സൂചന, മനസ്സ് നൽകുന്ന സൂചന, തെറ്റായ സൂചന. ഇങ്ങനെ ശീലത്താലുള്ള വിശപ്പ് പെട്ടെന്ന് വരും. നമുക്ക് അവിടെ എത്തുമ്പോൾ ഉടനെ തന്നെ നമുക്ക് തോന്നും ഇതാണ് വേണ്ടത്. ഉടനെ നമുക്ക് പെട്ടെന്ന് വരും. വരുന്നത് ചെറിയ രൂപത്തിലായിരിക്കില്ല, ശക്തമായി അനുഭവപ്പെടും. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ആ സമയത്ത് ഇത് വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചാൽ, അവഗണിച്ചാൽ അത് അപ്രത്യക്ഷമാവും, അത് ഇല്ലാതെയായി പോകും. ഇനി അഥവാ അവഗണിക്കാതെ നമ്മളത് കഴിക്കുന്നുവെങ്കിൽ, അല്ല കല്യാണത്തിന് പോയാൽ നമ്മൾ കഴിക്കാതെ വരില്ലല്ലോ. ആ സമയത്ത് നമ്മൾ വരിയിൽ നിന്ന് അവിടെ പോയി നിന്ന് കഴിച്ച് വരികയാണെങ്കിൽ ശരീരത്തിന് ആവശ്യമില്ലല്ലോ, പോഷണം ആവശ്യമില്ല, അതിൽ നിന്നുള്ള ഊർജം ആവശ്യമില്ല, അതിൽ നിന്നുള്ള ഒരു കാര്യവും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ കയറിപ്പോയത് കൊണ്ട് ശരീരം അതിനെ കടത്തിവിടും, അതിനെ ഒരല്പം ദഹിപ്പിക്കും. ബാക്കി രണ്ട് രീതിയിലാക്കി മാറ്റും. പിന്നീട് ഉപയോഗിക്കാൻ പാകത്തിലുള്ള കൊഴുപ്പാക്കിയിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരീരം ഫിൽഡായി നിൽക്കുകയാണ്. ഈ സമയത്ത് ശരീരത്തിലേക്ക് അധികമായി ചെന്നിട്ടുള്ള ഈ ഒന്നിനെ ദഹിപ്പിക്കാൻ തന്നെ ഊർജം വല്ലാതെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശരീരം ഇതിനകത്തോ ഇതിനു മുമ്പ് ശരീരത്തിലുണ്ടായതായിട്ടുള്ള വിഷങ്ങളെ പോലും വെളിയിലേക്ക് കളയാതെ അവയെയും ഈ കൊഴുപ്പിന്റെ സംഭരണം പോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വരും. ഈ ഡെപ്പോസിറ്റാണ് പലപ്പോഴും വിഷസങ്കലനമായി പരിവർത്തിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഈ അനുചിതമായ സമയത്ത് അനുചിതമായ രീതിയിൽ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തില് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കൊഴുപ്പായിട്ടും വിഷസങ്കലനമായിട്ടും നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ. ഒരു ദിവസമോ 2 ദിവസമോ, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അല്ല. നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ അമ്മ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് ഭക്ഷണം ഊട്ടിത്തരാൻ തുടങ്ങിയ കാലം മുതൽ നമ്മളിത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ശരീരത്തിലേക്ക് ഇതിങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ട്, എന്നിട്ട് പിന്നെ നമ്മള് പനി വന്നു,
കാരണം ഇത് അകത്ത് കിടക്കുന്ന വിഷസങ്കലനത്തെ വെളിയിലേക്ക് കളയുക എന്നുള്ളത്, വിഷമാലിന്യങ്ങളെ വെളിയിലേക്ക് കളയുക എന്നുള്ള ശരീരത്തിന്റെ ഉത്തരവാദിത്തമാണ്. അനുകൂല പശ്ചാത്തലം വന്നാൽ ഉടനെ ശരീരം അതിനെ പ്രതികരിക്കും. പക്ഷെ ഉടനെ വീണ്ടും നമ്മൾ അതിനെ തള്ളിക്കെടുത്തു. എന്നിട്ട് പിന്നെയും കല്യാണത്തിന് പോകും, പിന്നെയും ടൈം ടേബിൾ അനുസരിച്ച് ഭക്ഷണം കഴിക്കും. അപ്പോ ഈ അവഗണിക്കാതെ ഭക്ഷണം കഴിച്ചു പോയി, അതായത് നമ്മൾ ഈ അപക്വമായ വിശപ്പ്, കപടമായ വിശപ്പ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ അവഗണിക്കാതെ ഭക്ഷണം കഴിച്ചു പോയാൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോ ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ യഥാർത്ഥ പരിപക്വമായ വിശപ്പിനെയും ശീലപരമായ കപട വിശപ്പിനെയും വേർതിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ നമ്മൾക്ക് വിശപ്പ് വരുന്ന സമയത്ത് ഇത് വിശപ്പാണെങ്കിൽ ഒരു ഭക്ഷണത്തിന് ഉതകുന്ന ഒരു കാര്യം കഴിച്ചു കഴിഞ്ഞാൽ അത് തൽക്കാലത്തേക്ക് കടന്നു പോകണം. പക്ഷെ ഇതല്ല, വേറൊന്നാണ് കഴിക്കേണ്ടത് തോന്നിയാൽ, എനിക്ക് പൊറോട്ടയും ബീഫും തന്നെ കഴിച്ചാലേ എന്റെ വിശപ്പ് മാറുള്ളൂ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സബ്ജക്ട് സ്പെസിഫിക് ആണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഓബ്ജക്റ്റീവ് എന്താണെന്നുള്ളതല്ല നമ്മൾ അവിടെ നോക്കുന്നത്. നമ്മൾ മനസ്സുകൊണ്ടുണ്ടാക്കിയ ഒരു ആശയമാണ് പ്രോട്ടീൻ ബീഫും എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന്റെ ന്യൂട്രീഷ്യൻ എന്താണോ, എനർജി റിക്വയർമെന്റ് എന്താണോ, അതിന്റെ ഡിമാൻഡ് എന്താണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നേയില്ല, നോക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഭക്ഷണം, കൊഴുപ്പായിട്ട് ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരീരത്തിന് ഉപയോഗിച്ച് തീർന്നു കഴിയുമ്പോഴേ ഈ യഥാർത്ഥ വിശപ്പ് വരികയുള്ളൂ. അല്ലാത്ത സമയത്ത് യഥാർത്ഥ വിശപ്പ് വരില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, വിശപ്പ് എന്നുള്ളത് ഭൂരിഭാഗം മലയാളികളും സൗത്ത് ഇന്ത്യൻസും അറിഞ്ഞിട്ടേയില്ല എന്ന്. കാരണം വെച്ചാൽ റെസ്റ്റ് കൊടുത്തിട്ടില്ലല്ലോ. റെസ്റ്റ് കൊടുത്താൽ മാത്രമേ ഇതറിയുള്ളൂ. ഈ ശരീരത്തിൽ സംഭരിതമായിട്ടുള്ള ഊർജത്തെ, സംഭരിത കൊഴുപ്പിനെ ഉപയോഗിച്ച് തീർത്ത് കഴിയുമ്പോഴാണ് യഥാർത്ഥ വിശപ്പ് പൊങ്ങി വരിക, അല്ലെങ്കിൽ യഥാർത്ഥ വിശപ്പ് അനുഭവവേദ്യമാവുക. അപ്പോ യഥാർത്ഥ വിശപ്പ് എന്ന ആശയത്തെ മനസ്സിലാക്കിയിട്ട് ഈ ടൈം ടേബിൾ വിശപ്പ് എന്നുള്ളതിനെ മാറ്റി നിർത്തിയാൽ നമുക്ക് സ്വാഭാവിക ആരോഗ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ശരിയായ ദഹനം നടക്കാൻ സമയത്ത് നമുക്കപ്പോ സമീകൃതമായ ഒരു ഭക്ഷണക്രമം സൂക്ഷിക്കാൻ കഴിയും. അതിന് നമ്മൾ അറിയേണ്ടത് പക്വമായ വിശപ്പ് എന്നുള്ളത് ഒന്നുണ്ടെന്നും അതെനിക്ക് അറിയണമെന്നും ഉള്ള തോന്നലാണ്. പരിപക്വമായ വിശപ്പ് നമ്മൾ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നിലവിലെ ആളുകൾക്ക് കുറച്ചു ദിവസമെങ്കിലും ഉപവസിക്കണം. ഉപവാസത്തിലൂടെ, ഇപ്പോ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഉപവാസം എന്നുള്ളതൊക്കെ കേൾക്കുന്ന കാര്യം തന്നെ സഹിക്കാൻ പറ്റാത്തതാണ്. ഭക്ഷണം കഴിക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും, ചത്തുപോകില്ലേ എന്നുള്ളത്. 2 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിശപ്പ് നിന്നുപോകും. പിന്നെ വിശപ്പ് വരില്ല. പിന്നെ വിശപ്പ് വരണമെങ്കിൽ 2 ആഴ്ച കഴിയണം. ഈ നമുക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ള തോന്നലാണ് ഉണ്ടാവുന്നത്. ഈ തോന്നൽ എന്ന് പറയുന്നത് മനസ്സുണ്ടാക്കുന്ന തോന്നലാണ്, ശരീരം ഉണ്ടാക്കുന്ന തോന്നലല്ല. അപ്പോ യഥാർത്ഥ വിശപ്പ് എന്നുള്ളതിനെ അറിയുമ്പോഴാണ് നമുക്ക് ആരോഗ്യത്തെ ശുഭമായി നിലനിർത്താൻ കഴിയുക. അല്ലാത്തപ്പോ ആരോഗ്യത്തെ ശുഭമായി നിലനിർത്താൻ കഴിയില്ല. നമുക്ക് ശരീരത്തില് കൊഴുപ്പിന്റെ നിക്ഷേപവും വിഷസങ്കലനത്തിന്റെ നിക്ഷേപവും മറ്റ് അനവധി അപഘടനകളും ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോ പ്രകൃതി ജീവനം നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് യഥാർത്ഥ വിശപ്പിന് അറിഞ്ഞ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ഉറപ്പായിട്ടും ഞാനൊരു കാര്യം പറയുന്നു, ഈ സമയക്രമം അനുസരിച്ചുള്ള ഭക്ഷണം എന്ന് പറയുന്നതിന് താളാത്മകമായ ജീവിതക്രമം എന്നാണ് നമ്മൾ പറയേണ്ടത്. താളാത്മകമായ ജീവിതക്രമം ജീവികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഈ താളാത്മകത എങ്ങനെയാകണമെന്നറിയോ? രാവിലെ 11 മണിക്ക്, അല്ലെങ്കിൽ വെളുപ്പിനെ, അത് കഴിഞ്ഞിട്ട് രാവിലെ, പിന്നെ 11 മണിക്ക്, പിന്നെ ഉച്ചയ്ക്ക്, പിന്നെ 4 മണിക്ക്, 6 മണിക്ക്, 10 മണിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ആ കഴിച്ചു പോകുന്ന ഒരു ടൈം ടേബിൾ അല്ല. നിത്യേന പ്രായപൂർത്തിയായിട്ടുള്ള ഒരാള് നിത്യേന 2 തവണ ലളിതമായ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാളുടെ സർക്കാഡിയൻ റിഥം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദഹന വ്യവസ്ഥയും എല്ലാം തന്നെ കൃത്യമായി പ്രവർത്തിക്കും. അയാൾക്ക് ആ കൃത്യസമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വിശപ്പിന്റെ വികാരം പക്വമായതായിരിക്കും. പക്വമായ വിശപ്പും വരും, പക്വമായ രീതിയിൽ ദഹനം നടക്കും, പക്വമായ രീതിയിൽ വിസർജനം നടക്കും. ഈ ഡെപ്പോസിറ്റ് എന്നുള്ള സംഭവം അവിടെ ഉണ്ടാകാതെ സൂക്ഷിക്കും. അത് 2-ലധികമാകുന്ന സമയത്ത്, അതും ലളിതമായ ഭക്ഷണം കേട്ടോ, ലളിതമായ ഭക്ഷണം 2 തവണയിൽ അധികമാകുന്ന സമയത്ത് നമ്മൾ ദഹനക്രമത്തെ കുറിച്ചൊക്കെ ഇനി പഠിക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കും. ഇപ്പൊ 2-ലധികം തവണ കഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന കപട വിശപ്പായിട്ട് അത് അനുഭവമാണ്. അപ്പോ ഈ താളക്രമം എന്ന് പറയുന്നത് തെറ്റല്ല, അത് ശരിയാം വിധം ഉപയോഗിക്കണം എന്ന കാര്യം നമുക്ക് ബോധ്യമായാൽ മതി.
അപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾക്കുള്ള വിശപ്പ് എന്ത് വിഭാഗത്തിൽപ്പെട്ടതാണ്? കപട വിശപ്പിനെയാണോ നിങ്ങൾ വിശപ്പെന്ന് പറഞ്ഞ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. ശരിയായ വിശപ്പിലേക്ക് വരിക. അവിടെ നിങ്ങളുടെ സ്വാഭാവിക ആരോഗ്യവും സ്വാഭാവികമായ ദഹനവും സ്വാഭാവികമായ ഒരു ജീവിതക്രമവും ഉണ്ടായി വരും. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.